അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? പത്രത്തിലൂടെ തന്നെ നമ്മൾ തുടങ്ങുന്നു. ഇന്ന് പ്രധാനമായും പത്രങ്ങളുടെ ലീഡ് ദേശീയപാതയിലെ വിള്ളൽ തന്നെയായിരിക്കും. ഇന്നലെ നമ്മളടക്കം എല്ലാ ചാനലുകളും ദേശീയപാതയിലെ വിള്ളലും മണ്ണിടിച്ചിലുമാണ് പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റിയത്. മലയാള മനോരമയുടെ പ്രധാന വാർത്തയും അതുതന്നെയാണ്. ആദ്യ പേജിലെ ലീഡ് വാർത്ത കരാറുകാരെ വിലക്കി എന്ന തലക്കെട്ടിലാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. KNR എന്ന് പറയുന്ന കമ്പനിയാണ്, ആ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ സ്ട്രെച്ചിലെ പണി ഏറ്റെടുത്തിരുന്നത്. KNRനെതിരെ ദേശീയപാത അതോറിറ്റി നടപടി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, വിണ്ടുകീറിയ വെങ്ങള കൊയിലാണ്ടി ദേശീയപാതയിൽ വെങ്ങളത്തിനും തിരുവാങ്ങൂർ അടിപ്പാതയ്ക്കുമിടയിൽ രൂപപ്പെട്ട 400 മീറ്റർ നീളത്തിലുള്ള സ്ട്രെച്ച്, ഇതാദ്യം നമ്മളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ ദീർഘമായി കിടക്കുന്നൊരു വിള്ളലുണ്ട്. ആ വിള്ളലിൻ്റെ ചിത്രം മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. മലപ്പുറം കൂരിയാട്ടെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച, കമ്പനിയുടെ 2 ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനും നിർദ്ദേശമുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ദേശീയപാത 66 ചിലയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണതിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. നിർമ്മാണത്തിലെ പിഴവിൽ കേരള സർക്കാരിനോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനോ ഉത്തരവാദിത്വമില്ല. കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വീഴ്ചകൾ പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം ആദിൽ പാലോട് ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അത് ഈ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ് റിലീസായിരുന്നു. അതിലവർ ആ ഉത്തരവാദിത്വം KNR കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിക്കാണെന്നും ആ കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായും അഥവാ അവരെ ഈ ഇതിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്ത വന്നിരുന്നു. അപ്പോൾ ഉത്തരവാദിത്വം സാങ്കേതികമായി കേന്ദ്രത്തിൻ്റെതാണ്, ദേശീയപാതയുടേതാണ്, ദേശീയപാത നിർമ്മാണ അതോറിറ്റിയുടേതാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് ചർച്ചയുടെ ആവശ്യമില്ല. പക്ഷെ അതിനെ തുടർന്ന് ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു അല്ലേ? മാതൃഭൂമിയിലും പ്രധാനപ്പെട്ട ലീഡെന്ന് പറയുന്നത് KNR കൺസ്ട്രക്ഷൻസിന്റെ വാർത്ത തന്നെയാണ്. പണി കിട്ടി എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് കൂരിയാട് ദേശീയപാതയുടെ തകർച്ചയിൽ കരാർ കമ്പനിക്കും കൺസൾട്ടന്റിനും വിലക്ക്, കമ്പനി പ്രൊജക്ട് മാനേജർക്കും കൺസൾട്ടന്റ് ടീം ലീഡർക്കും സസ്പെൻഷൻ പറയുന്നുണ്ട്. ഞാൻ മറ്റൊരു വാർത്ത മാതൃഭൂമിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഹൈലൈറ്റ് വാർത്തയല്ല പക്ഷെ അത് പറയേണ്ടതുണ്ട്. നമ്മൾ എൻഫോഴ്സ്മെന്റിന് കുടഞ്ഞ കോടതി, EDനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കോടതി ഇന്നലെ സുപ്രീം കോടതി. അതെ, ടാസ്മാക് റെയ്ഡ് കേസിൽ. അപ്പോൾ എല്ലാ പരിധികളും കടക്കുന്നു, ഫെഡറൽ ഘടന ലംഘിക്കുന്നു, അങ്ങനെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് EDക്ക് എന്താ ഈ സർക്കാർ സ്ഥാപനത്തിൽ കാര്യം എന്ന് ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടാസ്മാക് അടക്കമുള്ള അവിടുത്തെ ചില്ലറ വിൽപ്പനശാലകൾ, നമ്മുടെ ബിവറേജസ് പോലെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതേ ആ സ്ഥാപനങ്ങളിലൊക്കെ EDയുടെ റെയ്ഡ് നടത്തിയത് എന്തുദ്ദേശത്തിലാണെന്നാണ് ചോദിക്കുന്നത്. ED സകല പരിധിയും വിടുന്നു എന്നാണ് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതും തമിഴ്നാട്ടിൽ തിരിച്ചിട്ട് നേരിട്ടു ED എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശാഭിമാനിയിലേക്ക് വന്നാൽ കരാർ കമ്പനിയെ കേന്ദ്രം കരിമ്പട്ടികയിലാക്കിയെന്ന തലക്കെട്ടോടെ വാർത്ത നൽകിയിട്ടുണ്ട്. ദേശീയപാത 66 നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ കമ്പനികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. മനോരമയിൽ കുരുന്നിന് ക്രൂരപീഡനം എന്ന് കൊടുത്ത വാർത്തയുണ്ട്. ആ ചിത്രം നമ്മൾക്ക് ആ കുട്ടിയുടെ ഐഡന്റിറ്റിയിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് ആ ചിത്രം കൊടുക്കാൻ കഴിയില്ല. എനിക്കൊന്നും മറ്റു പത്രങ്ങളിൽ ഒന്നും തന്നെ ആ കുട്ടിയെ പീഡിപ്പിച്ച അച്ഛന്റെ ബന്ധുവിന്റെ ചിത്രം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അച്ഛന്റെ ബന്ധു എന്ന് പറയുമ്പോൾ അച്ഛന്റെ സഹോദരനാണ്. പറഞ്ഞതുകൊണ്ട് ആ ബന്ധം നമ്മൾ പറഞ്ഞതുകൊണ്ട് ആ ചിത്രം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. അതവിടെ എന്തായാലും ഇനി ഒരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്തൊരു വലിയ ദുരന്തമാണ് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. നമ്മളിങ്ങനെ ഓരോ തവണയും പറയും, പക്ഷേ പിന്നീട് സമാനമായ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. മുനമ്പത്ത് നിന്നും ഇന്നലെ ലേബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ടായിരുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പാടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. അഭിപ്രായ ഐക്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം, അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടല്ലോ എന്നാണ് ഇന്നലെ CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. സമവായത്തിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത തർക്കമൊന്നും മുനമ്പത്തില്ല എന്നാണ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. ഇത് മുനമ്പത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ആ വാർത്ത ദേശാഭിമാനിയും കൊടുത്തിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കരുത്, സംരക്ഷിക്കണമെന്ന് മുനമ്പം. മാധ്യമത്തിലെ പ്രധാനപ്പെട്ട ലീഡ് എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്ത രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. നേരത്തെ വെങ്കി പറഞ്ഞത് തന്നെയാണ്. ED അതിരുവിടുന്നു എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് മാധ്യമ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര ഏജൻസി പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്കും ഫെഡറൽ തത്വങ്ങൾക്കും വിരുദ്ധമായി. ടാസ്മാക്കിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് സ്റ്റേ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാധ്യമത്തിലുള്ളത്
വാഷിംഗ്ടണിൽ 2 ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നു എന്നൊരു വാർത്തയുണ്ട്. ഇരുവരും വിവാഹിതരാകാനിരുന്നവരാണ്. ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി അക്രമി എന്നുള്ളതാണ്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അമേരിക്കയിൽ ഇസ്രായേൽ എംബസി ജീവനക്കാരെ കൊല്ലുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ വിഷയമായിട്ട് മാറും. ഇസ്രായേൽ എംബസി ജീവനക്കാരായ 2 പേർ വാഷിംഗ്ടണിൽ വെടിയേറ്റ് മരിച്ചു. സംഭവത്തിൽ പിടിയിലായ അയാൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഫലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി. എംബസിയിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയ യാരോൺ ലിസ്റ്റിൻസ്കി, ഇസ്രായേലിലേക്കുള്ള സന്ദർശനങ്ങൾ മറ്റും ക്രമീകരിച്ചിരുന്ന സാറ മിൽഗ്രിം എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ വിദേശകാര്യ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയുടെ ഫലപ്രഖ്യാപനം വന്നു. അത് മാധ്യമം വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകുന്നുണ്ട്. വിജയശതമാനം പക്ഷെ കുറഞ്ഞു, നേരിയ വ്യത്യാസമാണ്. ഹയർ സെക്കൻഡറി 77.81%, VHSC 70.06%. മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട്. നമ്മളിപ്പോ ED വെടിവെപ്പൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് നല്ലൊരു വാർത്ത കാണാം. ഒരു 13 വയസ്സുകാരൻ്റെ ഒരു വാർത്തയാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥി. പുള്ളി എന്താ ചെയ്തതെന്നറിയോ? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി 13 വയസ്സിൽ. ചിഹ്നമെടുക്കണാണല്ലോ. അതെ. അപ്പൊ ഇനി പിള്ളേര് വേറെ ലെവല എന്നൊക്കെ ആണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. ഗംഭീരം. അത്തരത്തിലുള്ള ഒരുപാട് ഈ ചൈൽഡ് പ്രൊഡ്യൂസ് വരുന്നുണ്ട്. ദ ഹിന്ദുവിന്റെ പ്രധാനപ്പെട്ട വാർത്ത കൂടി പങ്കുവയ്ക്കാം. ED ക്രോസ്ഡ് ഓൾ ലിമിറ്റ്സ് വിത്ത് റെയ്ഡ് ഓൺ തമിഴ്നാട് ഗവൺമെന്റ് ബോഡി. സുപ്രീം കോടതി പറയുന്നു ടാസ്മാക്കുമായി ബന്ധപ്പെട്ട EDയുടെ റെയ്ഡ് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ദ ഹിന്ദു പത്രവും കൊടുക്കുന്നത്. എനിക്കൊന്നു അത് മനോരമയും വലിയ രീതിയിൽ ആദ്യ പേജിൽ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ വലിയ പ്രാധാന്യത്തോടു കൂടി ഹിന്ദു കൊടുക്കുന്നുണ്ട്. CJI, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, റാപ് സെൻട്രൽ ഏജൻസി ഫോർ വയലേറ്റിംഗ് ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ നിങ്ങൾ ലംഘിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻസ് ദ ലീഗാലിറ്റി ഓഫ് ടാർഗറ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് ടാസ്മാക്. സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് ED വരിക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. സർക്കാർ ഏജൻസിയിലേക്ക് ED വരാൻ കഴിയില്ലല്ലോ. അതിൽ PMLA ആക്ട് ഉൾപ്പെടണം. അങ്ങനെയാണെങ്കിൽ അത് അനധികൃതമായി സ്വകാര്യ വ്യക്തികളിലാണെന്ന് പ്രധാനമായിട്ടും വരിക. സർക്കാർ ഏജൻസിയിൽ എങ്ങനെ വരും ED എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത്. അതിന് ചിത്രസഹിതമാണ് പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നത്. മാത്രമല്ല ഇന്നലെ ചേനാബ് താഴ്വരയിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായ വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഒപ്പം പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പ്രസംഗം ണ്ട്. പാകിസ്ഥാന് തക്കതായ മറുപടി നൽകി എന്നൊരു വാർത്ത ദ ഹിന്ദു പത്രത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാർത്തയായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ, അല്ലേ സുധി? ഇനി നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. തത്സമയം നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ഒരുപാട് വാർത്തകൾ പറയാനുള്ള സമയമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മെയ് മാസം 23-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഹാപ്പി ഫ്രൈഡേ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. വെള്ളിയാഴ്ച ആവുമ്പോൾ പ്രത്യേകിച്ച് ഒരു സന്തോഷം വരും, അല്ലേ? പക്ഷെ നമുക്ക് എന്ത് സന്തോഷം, വാർത്തകൾക്ക് വാരാന്ത്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങാം. ഈ മണിക്കൂറിലെ